ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ജെനി എന്ന കഥയുടെ 6ാം ഭാഗമാണ്. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മുഷിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് പോയാലോ. ഞാനും ജെനി ചേച്ചിയും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഉച്ചയായിരുന്നു. ജെനി ചേച്ചി എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ജെനി ചേച്ചിയെ ഒന്ന് തട്ടി വിളിച്ചു. ചേച്ചി, എന്താ ആലോചിക്കുന്നത്? എന്തൊക്കെയോ ചേച്ചിയുടെ മനസ്സിൽ ദുഃഖമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ വിഷമം മുഖത്ത് കാണുന്നുണ്ട്. ഞാൻ അങ്ങനെ ചോദിക്കുമ്പോഴും ജെനി ചേച്ചി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം ചെയ്തു. എൻ്റെ പ്ലേറ്റിൽ നിന്ന് കുറച്ച് ചോറും കറിയും കൊടുത്ത് ഒരു ഉരുളയാക്കി ജെനി ചേച്ചിയുടെ വായിലേക്ക് വെച്ച് നീട്ടി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ജെനി ചേച്ചി എന്നെ നോക്കി. ആ തുറച്ചു നോക്കലിലാണെന്നുണ്ടെങ്കിൽ സ്നേഹവും സൗഹൃദവും എല്ലാം ചേർന്നാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാനത് കൊടുക്കുന്ന സമയത്ത് ജെനി ചേച്ചി എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്തോ ദയനീയതയും പിന്നെ എന്തോ ഒരു ഭാവങ്ങൾ ജനിച്ചയുടെ മുഖത്ത് തന്നെ ഞാൻ കണ്ടു. അതെനിക്ക് മനസ്സിലായി. ഉണ്ണിച്ചേട്ടൻ കൊടുക്കാത്ത പരിഗണന, മറ്റാരിൽ നിന്നും കിട്ടാത്തൊരു പരിഗണന ഞാൻ കൊടുക്കുന്ന സമയത്ത് ജനിച്ചേച്ചിക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷമായിരിക്കാം ആ മുഖത്ത് കാണുന്നത് എന്നെനിക്ക് തന്നെ തോന്നി. പെട്ടെന്ന് ഞാൻ ജനിച്ചേച്ചിയുടെ തോളിൽ തട്ടിട്ട് പറഞ്ഞു, ജനിച്ചേച്ചി, ചേച്ചി ഇങ്ങനെ വിഷമിക്കരുത്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ചേച്ചിക്ക് ഇങ്ങനെ വിഷമിക്കുമ്പോൾ എനിക്ക് തന്നെ സഹിക്കുന്നില്ല. പെട്ടെന്ന് ജനിച്ചേച്ചിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ആ പുഞ്ചിരിയിൽ ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടുകളിൽ ഒരു മുല്ലപ്പൊട്ട് പോലെയുള്ള പല്ലുകൾ, അതിങ്ങനെ ചിരിച്ച് കാണുമ്പോൾ കിട്ടുന്ന ഒരു പ്രസാദമായിട്ടുള്ള മുഖം, അതായിരുന്നു ജനിച്ചേച്ചിയുടെ പുഞ്ചിരി. അത് കണ്ട സമയത്ത് തന്നെ എൻ്റെ മുഖത്തും ഒരു പുഞ്ചിരി വീണു. പിന്നെ ഞങ്ങളങ്ങനെ തമാശ പറഞ്ഞു എന്തൊക്കെയോ കാര്യങ്ങൾ. അത് ജനിച്ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്ന തമാശകളെല്ലാം ചേച്ചി അത് നന്നായി കേൾക്കുകയും അത് രസിക്കുകയും ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ ചേച്ചി എൻ്റെ പാത്രം എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ പാത്രം കഴിയണ്ട, ഞാൻ കഴുകിക്കോളാം എന്ന് പറയുമ്പോൾ ചേച്ചി പെട്ടെന്ന് എൻ്റെ അടുത്ത് നിന്ന് ദേഷ്യപ്പെട്ടു. അതെന്താ, ഞാൻ കഴുകിക്കഴിഞ്ഞാൽ അതെന്താ ശരിയാവില്ലേ? നിന്റെ പാത്രം എടുക്കുന്നതെന്താ, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങിച്ചു. ആ സമയത്ത് ചേച്ചി സമ്മതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞ് ഞാനും എഴുന്നേറ്റു. അതിനുശേഷം ഞാൻ കഴുകാനായിട്ട് ആ ഒരു വാഷ് ബേസിൻ്റെ അടുത്തേക്ക് ചെന്നു. ശേഷം അവിടെ നിന്ന് വാഷ് ബേസിൽ നിന്ന് കൈ കഴുകുന്ന സമയത്ത് ചേച്ചി പാത്രം കഴുകി വെച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു കൈ കഴുകാനായിട്ട്. ഞാൻ പെട്ടെന്ന് കൈ കഴുകിയിട്ട് തൊട്ടടുത്തേക്ക് മാറി നിന്നു. പെട്ടെന്ന് ജെനി ചേച്ചി എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു ചിരിയോടെ ചേർത്ത് ശേഷം എൻ്റെ ചുണ്ടിൽ തട്ടിയിരിക്കുന്ന ആ ഒരു ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഒന്ന് തട്ടിക്കളഞ്ഞു. ശേഷം എൻ്റെ അടുത്ത് ഒരു നുള്ളു വെച്ച് എന്നിട്ട് പറഞ്ഞു, എടാ, നന്നായിട്ട് വാ കഴുകുക. ആകെ വാ കഴുകാനൊന്നും അറിയില്ലെന്ന് തോന്നുന്നു, കൊച്ചു കുട്ടികളെ പോലെ പേടിത്തൊണ്ടൻ എന്ന് എന്നെ കളിയാക്കി. ശേഷം ഞാൻ തന്നെ വാ നന്നായിട്ട് കഴുകി. അങ്ങനെ ഞാൻ വാ കഴുകി മാറി നിന്ന സമയത്ത് ചേച്ചി കഴുകാൻ തുടങ്ങി. ചേച്ചി കഴുകിയിട്ടിറങ്ങിയപ്പം അതേ അവസ്ഥ തന്നെയായിരുന്നു. അപ്പോഴും ഞാനും തിരിച്ചിരുന്ന് നുള്ളു വെച്ച് കൊടുത്തു. ഇത് നോക്കിയേ, ഇവിടെ മൊത്തം പറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്താണ്, നോക്ക് 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 എന്ന് പറഞ്ഞിട്ട് ചേച്ചിക്ക് ഞാൻ തന്നെ വാഴി കൊടുത്തു. പെട്ടെന്ന് ചേച്ചി ഒരു കുസൃതി എന്ന പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ, നിന്നെ കെട്ടുന്ന പെണ്ണ് ഭയങ്കര ഭാഗ്യവതിയാണ് കേട്ടോ. അല്ല, ഇത്രയും കെയറിങ് ഒക്കെ ഉള്ള ഒരു ഭർത്താവിനെ കിട്ടുമല്ലോ. നീ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനായിട്ട് നല്ല അടിപൊളിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു കേട്ടോ എന്ന് ജനിച്ചേച്ചി എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് എൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. കൈകളിലാകെ ഒരു കുളിരി കോരി തുടങ്ങിയിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അതായിരുന്നു എനിക്ക് ആകെ തോന്നിയ കാര്യങ്ങൾ. അതിനുശേഷം ചേച്ചി നേരെ പോയത് മുറിക്കകത്തേക്കാണ്. അവിടെ കൂട്ടി വെച്ചിരിക്കുന്ന അലക്കാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ചേച്ചി എടുത്ത് പുറത്തേക്കിട്ടു. പെട്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞു, ഇതെന്താ കുറേ ഉണ്ടല്ലോ, കുറേ നാളായിട്ട് അലക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് ചേച്ചി എനിക്കൊരു അടി തന്നു. ജെനി ചേച്ചി, ഇതെല്ലാം ഞാൻ ഹെൽപ്പ് ചെയ്ത് തരണോ എന്ന് ജെനി ചേച്ചി ചോദിക്കുമ്പോൾ ചേച്ചീനെ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, നീ കുറച്ച് നേരം സംസാരിക്കാൻ നിന്നാൽ മതി, അല്ലാതെ ഹെൽപ്പും കാര്യങ്ങളൊന്നും എനിക്ക് വേണമെന്നില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ ഞാൻ ജെനി ചേച്ചിയായിട്ട് ചോദിച്ചു, ചേച്ചി, ഇന്ന് ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ണിച്ചേട്ടനെങ്ങനെ വന്നാലോ, അതൊരു പ്രശ്നമാവില്ലേ, എങ്കിൽ ഞാനെന്താ ചെയ്യണ്ടേ എന്ന് ഞാൻ ജെനി ചേച്ചിയോട് ചോദിക്കുമ്പോൾ ചേച്ചിയുടെ മുഖത്തൊരു പുച്ഛഭാവമായിരുന്നു. ആളുകൾ വരുന്നുണ്ടെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ വരണ്ട എന്നൊരു ഭാവം മാത്രം. അത് കേട്ട സമയത്ത് തന്നെ എനിക്ക് മുഖത്ത് ഒരു പുഞ്ചിരിയും ഒരാവേശം വന്നു. നീ എന്തൊക്കെയായാലും ഇവിടുന്ന് പോകുന്നില്ല എന്ന് മാത്രം ജനിച്ചേച്ചി പറഞ്ഞു നിർത്തി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റൊന്നും തോന്നില്ലായിരുന്നു.
ജെനി ചേച്ചിയുടെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാനും എടുത്തുകൊണ്ട് കൂടെ നടന്നു. അപ്പോൾ തന്നെ ജെനി ചേച്ചി പറഞ്ഞു, അതൊന്നും ചെയ്യണ്ട, നീ കൂടെ നിന്നാൽ മാത്രം മതി, എനിക്ക് ഹെൽപ്പും കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല, കുറച്ചു നേരം സംസാരിക്കാൻ ഒരാൾ, അത്ര മാത്രമേ ഞാൻ നിന്നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് നീ എനിക്ക് നന്നായിട്ട് ചെയ്തു തന്നാൽ മതി, അത് മാത്രമേ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ജെനി ചേച്ചിയുടെ തുണികളുമായിട്ട് ഞാൻ അലക്കുകല്ലിൻ്റെ അടുത്തേക്ക് ചെന്നു. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാം വെള്ളത്തിൽ മുക്കി വെക്കുന്നുണ്ടായിരുന്നു. തുണി അലക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും വെസ്റ്റേൺ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ജെനി ചേച്ചി ഇടാറ്. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കളിയാക്കി പറയുമായിരുന്നു, തുണി അലക്കുന്ന സമയത്തും എന്തിനാണെങ്കിലും ശരിയെന്നെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ റിച്ചായിട്ട് മാത്രമേ നിൽക്കാറുള്ളൂ. അത് കാണുന്ന സമയത്ത് എല്ലാം ഒരു രസം തന്നെയായിരുന്നു. ഈ ഒരു ഗ്രാമപ്രദേശത്ത് ഇത്രയും നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെൻസ് ഉള്ളത് ജെനി ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ. അത് തന്നെ എനിക്കറിയാമായിരുന്നു ആ കാര്യങ്ങളെല്ലാം. നാട്ടിലെ മറ്റുള്ളവർക്കെല്ലാവർക്കും ജെനി ചേച്ചിയെ ഒരു പുച്ഛമായിരുന്നു. കാരണം നാട്ടിലുള്ളവർക്കൊന്നും സെൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരൊന്നെങ്കിൽ ചട്ടയും മുണ്ടും പോലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ സാരി, ചുരിദാർ, അത് മാത്രമേ ഇടാറുള്ളൂ. പക്ഷേ ജെനി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമല്ല. അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മോഡേൺ ആയിട്ടുള്ള വെസ്റ്റേൺ രീതിയിൽ, അങ്ങനെ ഹോളിവുഡ് ആക്ട്രസ് യൂസ് ചെയ്യുന്നുള്ള അങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ജെനി ചേച്ചി ഇടാറ്. കാരണം ജെനി ചേച്ചിക്ക് അതൊക്കെ നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നാട്ടിൽ ആദ്യമായിട്ട് ഒളിച്ചോടി വന്നത് ജെനി ചേച്ചിയായിരുന്നു. ജെനി ചേച്ചി ഒളിച്ചോടി വരുന്ന സമയത്ത് ഞാൻ ഏകദേശം ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു കുട്ടി മാത്രമായിരുന്നു. ആ സമയത്ത് നാട്ടിൽ ഒരു വിപ്ലവം തന്നെയായിരുന്നു, ഒരു ഒളിച്ചോട്ടം നടന്ന സമയത്തുള്ള ആദ്യത്തെ വിപ്ലവം. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ജെനി ചേച്ചിയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു, ഒളിച്ചോടി വന്നെന്ന പെണ്ണെന്നുള്ള രീതിയിൽ. കാരണം ആ നാട്ടിലാണെങ്കിൽ ശരി തന്നെ അവിടെ ആരും ഒളിച്ചോട്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ജെനി ചേച്ചി ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ ഒളിച്ചോടി ഇവിടേക്ക് ഇങ്ങ് പോരുന്നു. സ്വന്തം വീട്ടിൽ കുറേ നാളിൽ നിന്ന് കുറേയധികം പ്രശ്നങ്ങളൊക്കെ ആയ സമയത്ത് അങ്ങനെയാണ് ജെനി ചേച്ചിയും ഉണ്ണിച്ചേട്ടനും ഇവിടേക്ക് വീട് മാറുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ തമ്മിൽ അധികം കാണാതായത്. ആദ്യത്തെ 1 വർഷം 2 വർഷം എൻ്റെ അയൽക്കാരായിരുന്നു ജെനി ചേച്ചിയും ഉണ്ണിച്ചേട്ടനും, പിന്നെ അവിടെയുള്ള ഉണ്ണിച്ചേട്ടൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും. പക്ഷേ അവരുമായിട്ട് ജെനി ചേച്ചിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ട് മാത്രമായിരുന്നു ഇവിടെ ഒരു സ്ഥലം വാങ്ങിക്കുകയും ഇവിടെ വീട് വെക്കുകയും പിന്നെ ഒരു മില്ലിടുകയും ചെയ്തത്. ഏകദേശം 1-2 വർഷം കൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം നടന്നു. അതുകൊണ്ടാണ് അവരിവിടെ താമസിക്കുന്നതും പിന്നെ മില്ലിൻ്റെ കാര്യങ്ങൾക്കും പൊടിപ്പിക്കാനും ഒക്കെ ഞാൻ ഇവിടേക്ക് വരുന്നതും. വന്ന കാലം മുതലേ നാട്ടുകാർക്കാണെങ്കിലും ശരിയെന്നെ ജെനി ചേച്ചിയെ അങ്ങനെ കണ്ടുകൂടായിരുന്നു. മറ്റൊന്നുമല്ല, നാട്ടുകാർക്കിടയിൽ ഒരു മോഡേൺ സുന്ദരി. ഇപ്പോൾ ഈ ഗ്രാമപ്രദേശത്താണെങ്കിൽ ശരിയെന്നെ തൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അതുവഴി നടന്നു പോകുന്ന സമയത്ത് പുച്ഛത്തോടെ നോക്കുന്നവരുമുണ്ട്, പിന്നെ ജെനി ചേച്ചിയെ ഇഷ്ടപ്പെട്ട് നോക്കുന്നവരുമുണ്ട്. ജെനി ചേച്ചി പലപ്പോഴും എല്ലാവർക്കും ഒരു കാഴ്ചക്കാരിയാണ്. അത് മറ്റൊന്നുകൊണ്ടല്ല, ജെനി ചേച്ചിയുടെ ബ്യൂട്ടി തന്നെയാണ് അതിന് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ആ നാട്ടിൽ ഏറ്റവും നല്ല സുന്ദരിയായിട്ടുള്ള ഒരാളെന്ന് വെച്ചാൽ അത് ജെനി ചേച്ചി തന്നെയാണ്. പ്രായം കൂടുന്തോറുന്ന സമയത്ത് ആ ഒരു സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നാട്ടുകാർ പലപ്പോഴും ജെനി ചേച്ചിയെ കളിയാക്കി വിളിക്കുന്നത് വെണ്ണക്കല്ലെന്നാണ്. വെണ്ണ കൊണ്ടുള്ള ആ ഒരു കല്ല്, ആ ഒരു ശില്പം പോലെയാണ് പലപ്പോഴും ജെനി ചേച്ചി. അങ്ങനെ ജെനി ചേച്ചിയും ഞാനുമായിട്ട് തുണി കഴുകുന്ന കല്ലിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ജെനി ചേച്ചി തകൃതിയായിട്ടെല്ലാം ചെയ്യുന്ന സമയത്ത് ഞാൻ ജെനി ചേച്ചിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ജെനി ചേച്ചി തലയൊന്ന് പൊക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താടാ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല ചേച്ചി, തുണിയിലൊക്കെ നോക്കി നിന്നത് എന്ന് മാത്രം ഞാൻ പറഞ്ഞു. ഉവ്വ ദേ വന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞ് ചേച്ചി എൻ്റെ അടുത്ത് കാര്യം പറയുന്ന സമയത്ത് ഞാൻ ഓരോ കാര്യങ്ങളും എടുത്ത് കഴുകി കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഹെൽപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ശരി തന്നെ എനിക്ക് അതെല്ലാം വളരെ സന്തോഷമായിരുന്നു. കാരണം എൻ്റെ ജെനി ചേച്ചിക്ക് വേണ്ടിയാണല്ലോ ഞാനിതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ എല്ലാം കഴുകി കൊടുത്തതിന് ശേഷം ഒന്ന് നടന്നു നിർത്തി. അയ്യോ എൻ്റെ ചേച്ചി, നല്ല വേദനയുണ്ട് കേട്ടോ മുതുകത്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജെനി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഈ പണിയെല്ലാം ചെയ്യാനായിട്ട്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലായിരുന്നോ നിൻ്റെ അടുത്ത് ജസ്റ്റ് സംസാരിച്ച് നിന്നാൽ മതിയെന്ന്? അപ്പം നിനക്ക് ഹെൽപ്പ് ചെയ്യണം. അപ്പം ഹെൽപ്പ് ചെയ്തപ്പോൾ എന്താ, നടന്നു നിർത്താൻ വയ്യ, അത്രയല്ലേ ഉള്ളൂ എന്ന് ജെനി ചേച്ചി പറഞ്ഞു. അയ്യടാ, അപ്പം ആരാ പറഞ്ഞ ഹെൽപ്പ് ചെയ്യണമെന്ന്? ചേച്ചിയല്ലേ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതേ പണിയെല്ലാം ചെയ്യാൻ, അതുകൊണ്ടല്ലേ ഞാനിതെല്ലാം ചെയ്തു തന്നത്. അത് നീ ആദ്യം ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയിട്ടല്ലേ. അത് കഴിഞ്ഞിട്ട് നീ ഇവിടെ വായി നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി എന്തെങ്കിലും ഒരു പണി തരണമെന്ന്. ആ
ചിരിക്കുറുമ്പ് എനിക്കും ആവട്ടെ, നിനക്ക് മാത്രമാവല്ലോ എന്ന് ചേച്ചി പറഞ്ഞ് ഒന്ന് ചിരിക്കുന്ന സമയത്ത് ചേച്ചി ജനിച്ചേച്ചി ഇന്ന് എനിക്കൊരു ആഗ്രഹം സാധിച്ചു തരാനാണ് പറഞ്ഞത്, അത് മറക്കണ്ട കേട്ടോ എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തി. അത് മറ്റൊന്നും ആയിരുന്നില്ല, സാരി ഉടുത്ത് അങ്ങനെ വരാം എന്നാണ് ചേച്ചി പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ സാരി ഉടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല. കുളി കഴിഞ്ഞ് വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആരോ ഒരാൾ വന്നു. വീട്ടിലേക്ക് വന്ന സമയത്ത് ചേച്ചി അവിടെ പിടിച്ചിരുത്തുകയും ചെയ്തു. ശേഷം അങ്ങനെ സമയം പോയി. അങ്ങനെ ഇന്ന് രാത്രിയിലത്തേക്ക് സാരി ഉടുക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെക്കാമെന്ന് ഞാൻ ജനിച്ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തുണിയിലൊക്കെ കഴിഞ്ഞു. ശേഷം ഞാനും ജനിച്ചേച്ചിയും കൂടെ തുണിയെല്ലാം പറക്കി നേരെ ടെറസിൻ്റെ മേളിലേക്ക് പോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ജനിച്ചേച്ചിക്കൊപ്പം ഞാനും നടന്നു. ആ ടൈമിൽ ഞാനിങ്ങനെ പ്രകൃതി ഭംഗിയും എല്ലാ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി നോക്കി നടന്നു. അങ്ങനെ നോക്കി നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും എന്തോ എനിക്കൊരു കുളിർമ എന്ന പോലെ തോന്നി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സ്റ്റെപ്പ് കയറി മടുത്ത് ഒടുവിൽ ടെറസിൻ്റെ മുകളിലെത്തി. അവിടെ എത്തിയപ്പോഴാണെങ്കിലോ അതിനേക്കായി 12. രണ്ടുപേരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു മൂലയ്ക്ക് മാറിയിരുന്നു. ഞാനും ചേച്ചിയുടെ അണപ്പ് കണ്ടിട്ട് കുറച്ച് സമയം അപ്പുറത്തോ ആ ഒരു സൈഡിലായിട്ട് മാറിയിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നേരെ ഇനി തുണി വിരിച്ചിടണം. അത് 2 കടമ്പ. ചേച്ചിയുടെ തുണിയും എല്ലാ കാര്യങ്ങളും വിരിച്ചിടാൻ ഞാൻ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം തന്നെ ഞാനൊരു കാര്യം ചെയ്തു. ചേച്ചി അവിടെ ഇരിക്കട്ടെ, ഓരോ കാര്യങ്ങളും ഞാനിനി വിരിച്ചിടാം എന്ന് കരുതി ഓരോ തുണി എടുക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ജനിച്ചിച്ച് ഓടി വന്നു. എടാ അതൊന്നും നീ എടുക്കണ്ട, ഞാൻ വിരിച്ചിട്ടോളാം എന്ന് ജനിച്ചിച്ച് പറയുന്ന സമയത്ത് എനിക്കതൊന്നും കുഴപ്പമില്ല ചേച്ചിയല്ലേ. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ വീണ്ടും പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ജനിച്ചിച്ച് എന്നെ ഇട്ട് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു, അതൊന്നും ചെയ്യണ്ട എന്ന് വെച്ചിട്ട്. പക്ഷേ ഞാൻ ഓരോന്നും എടുത്തിടുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ജനിച്ചിട്ട് മുഖത്ത് ഒരു ഭാവം ഉണ്ടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, ചേച്ചിക്ക് ഞാനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നു എന്നത് മാത്രമായിരിക്കും എന്ന് ഞാൻ കരുതി. അങ്ങനെ എല്ലാ തുണികളും ഞാൻ വിരിച്ചിട്ടതിന് ശേഷം ജനിച്ചേച്ചി ഒന്ന് നോക്കി. ജനിച്ചേച്ചി മുഖം താഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പതുക്കെ ഞാനും ജനിച്ചേച്ചിയും കൂടെ ചേച്ചിയും കൊണ്ട് താഴേക്ക് ഇറങ്ങി. എന്താ ചേച്ചി ഇങ്ങനെ മുഖം വല്ലാണ്ടിരിക്കുന്ന കണക്ക്? അത് മറ്റൊന്നും കൊണ്ടല്ലടാ, നീ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നുണ്ട്. എന്തും അത് മറ്റൊരാളിൽ നിന്ന് കിട്ടുന്നതല്ല ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പോൾ ഈ ജോലികളെല്ലാം ചെയ്യാനൊക്കെ ആണെങ്കിലും ശരി തന്നെ, ആർക്കെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലത് തന്നെയല്ലേ. അപ്പോൾ ഇത് അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല. നീ ചെയ്തു തരുന്നല്ല ഓക്കെ, പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ കിട്ടണം. അത് നമ്മൾ ആഗ്രഹിക്കുന്ന ആളിൽ നിന്ന് തന്നെ കിട്ടണം, ഇങ്ങനെയുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ലൈഫിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നീ ഒരു കല്യാണം കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് ചേച്ചി പറയുമ്പോൾ ഞാനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, അതെല്ലാം ഞാനത് നോക്കിക്കോളാം ചേച്ചി. പക്ഷേ എനിക്ക് കല്യാണം കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെയൊക്കെ നടക്കുന്നതാ. അതാവുമ്പോൾ എന്താ വേറെ ഒരു പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ജനിച്ചേച്ചി പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലിപ്പോൾ എനിക്ക് മനസ്സിലായി, അതൊന്നും വേണ്ട കേട്ടോ ചക്ക. നേരെ കല്യാണം കഴിച്ച് നല്ലൊരു ജീവിതം നടക്കാൻ നമുക്ക്, അതൊക്കെയാണ് നല്ലത്. ആദ്യം നീ നല്ലൊരു ജോലി കണ്ടുപിടിക്കുക, ഇങ്ങനെ പിള്ളേരുമായിട്ട് ക്രിക്കറ്റും കളിച്ച് നടക്കാതെ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനും ജനിച്ചയും കൂടെ താഴേക്ക് ഇറങ്ങി. ശേഷം ഞങ്ങൾ രണ്ടുപേരും പോയത് ജനിച്ച മുറിയിലേക്കാണ്. ഇനി ബാക്കിയുള്ള തുണികളെല്ലാം മടക്കി വെക്കണം. അതിനു വേണ്ടിയിട്ട് ജനിച്ച് ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ കൂടെ പോയത്. ആ ടൈമിൽ ചേച്ചി പറഞ്ഞു, ഇനിയെല്ലാം ഞാൻ ചെയ്തോളാം എൻ്റെ കുട്ട, വെറുതെ എന്നെ ഇങ്ങോട്ട് സഹായിച്ച് ഇങ്ങനെ സ്നേഹിക്കില്ല നീ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പുറകെ പോയി എല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് തന്നെ. ആ ടൈമിൽ എൻ്റെ ഒരു സാന്നിധ്യം അതെല്ലാം ജനിച്ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ജനിച്ചേച്ചിക്ക് അതെല്ലാം ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞ സമയത്ത് എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നി. മറ്റൊന്നും ആയിരുന്നില്ല, ഒരു കാലത്താണെന്നുണ്ടെങ്കിൽ ജനിച്ചേച്ചിയുടെ സൗന്ദര്യം ആ നാട്ടിലെങ്ങും വിളങ്ങി നിൽക്കുന്ന ഒരു കാലമായിരുന്നു. അത് കണ്ട് തന്നെയാണ് ഉണ്ണിച്ചേട്ടൻ ജനിച്ചേച്ചിയെ അടിച്ചുകൊണ്ട് പോരുന്നത്. കാരണം അന്ന് നാട്ടിലെല്ലാം പറയുന്നുണ്ടായിരുന്നു, ജനിച്ചേച്ചിയെ പോലെ സുന്ദരിയായിട്ടുള്ള ആരും ഇവിടെയില്ല. അത് തന്നെയാണ് കേട്ടോ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ജനിച്ചോട് അത്രയും അസൂയയും കാര്യങ്ങളൊക്കെ. ജനിച്ചേച്ചി ഇത്രയും സുന്ദരിയായത് കാരണം തന്നെയാണ് എല്ലാവർക്കും അസൂയ. നാട്ടിലുള്ള ആണുങ്ങളാണെങ്കിൽ ശരി തന്നെ ജനിച്ചേച്ചി പോകുന്ന സമയത്ത് വായും തുറന്ന് നോക്കി നിൽക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, ജനിച്ചേച്ചി മറ്റാരെക്കാട്ടിലും അത്രയും സുന്ദരിയായത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ജനിച്ചേച്ചി ഇതൊന്നും കാര്യമാക്കുന്നില്ല. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്നതുപോലെയാണ്
പലപ്പോഴും ജനിച്ചേച്ചി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ജനിച്ചേച്ചിയുടെ സൗന്ദര്യം അത്ര മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലുമില്ല. സാധാരണ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ജനിച്ചേച്ചി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അത് അടിപൊളിയായിട്ട് ഇടും എന്നുണ്ടെങ്കിലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ജനിച്ചേച്ചി അത്രയും അഹങ്കാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് തന്നെയാണ് ജനിച്ചേച്ചിയുടെ പ്രത്യേകത. അങ്ങനെ മുറിയിൽ ഒരു കട്ടിലിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്ത് വരുന്നത് ഞാൻ ജനിച്ചേച്ചിക്ക് വേണ്ടിയിട്ട് ആ ഒരു തുണിയും കാര്യങ്ങളൊക്കെ മടക്കി കൊടുത്തു. ആദ്യമൊക്കെ ജനിച്ചേച്ചി പറയുമായിരുന്നു നീ ഒന്നും ചെയ്യണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ ജനിച്ചേച്ചിയുടെ എല്ലാ ഡ്രസ്സുകളും കാര്യങ്ങളും അവിടെ വിരിച്ചിടുന്നതും പിന്നെ മടക്കി വെക്കുന്നതും ഞാൻ തന്നെയാണ്. എന്തിനും ഒരു ഹെൽപ്പായിട്ട് നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. അത് ജനിച്ചേച്ചിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി. നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മളെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അത് ഒരുപാട് ഹാപ്പി ആവുന്നത്. അത് ജനിച്ചേച്ചി എന്നെ പഠിപ്പിച്ച ഒരു പാഠം തന്നെയാണ്. ഞാൻ എല്ലാ തുണിയും മടക്കി വെച്ചതിന് ശേഷം ജനിച്ചേച്ചി ഒന്ന് തോണ്ടി വിളിച്ചു, ചേച്ചി എങ്ങനെയുണ്ട്, എല്ലാം ഓക്കെ അല്ലേ എന്ന് പറയുമ്പോൾ ജനിച്ചേച്ചി പിന്നെ പറഞ്ഞു, എല്ലാം ഓക്കെയാണ് എൻ്റെ കുട്ടാ, നീ എല്ലാം പഠിച്ചല്ലോ, മടക്കാനും പിടിക്കാനും ഒക്കെ എല്ലാം നന്നായിട്ട് ഇപ്പം ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ നീ ചെയ്യുന്ന സമയത്ത് ഇത്രയും നന്നായി പെർഫെക്ഷൻ വരത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ജനിച്ചേച്ചി എൻ്റെ തോളിൽ തട്ടി പറഞ്ഞു. ആ ടൈമിൽ എനിക്കൊരു എന്താ പറയുക, പുളകിതമാകുന്ന പോലെ ഒരു അവസ്ഥയായിരുന്നു. എന്തോ പൊക്കി പറയുന്നത് പോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. ആ ടൈമിൽ ഞാൻ എണീറ്റ് പുറത്തേക്ക് നടന്നു. ഒപ്പം ജനിച്ചേച്ചിയും ഞങ്ങൾ രണ്ടുപേരും പുറത്ത് ആ ഒരു വരാന്തയുടെ ആ ഒരു സൈഡിൽ നിന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ആരൊക്കെയോ അതുവഴി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ കുറച്ച് അകത്തൊക്കെ മാറി നിന്നു. മറ്റൊന്നുമല്ല, ഇനി ഞാനും ചേച്ചിയും കണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് മറ്റാരും അങ്ങനെയൊന്നും വിചാരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ജനിച്ചേച്ചിക്ക് അങ്ങനെ ഒരു കോഴ്സിലായില്ലായിരുന്നു. എന്തേലും ആവട്ടെ, തൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി, തനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്നൊരു ചിന്തയായിരുന്നു ജനിച്ചേച്ചിയുടെ. പക്ഷേ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. പിന്നെ ജനിച്ചേച്ചിക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ജീവിതം അത് ജനിച്ചേച്ചിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. നീ നല്ലപോലെ രക്ഷപ്പെടണം, പിന്നെ നിനക്കൊരു ഭാവി ഉണ്ടാവണം. ഇതൊക്കെ തന്നെയായിരുന്നു ജനിച്ചേച്ചിയുടെ മൈൻഡിൽ എപ്പോഴും തന്നെ. അങ്ങനെ ആ ഒരു സമയത്ത് ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് നിന്ന സമയത്തായിരുന്നു ജനിച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ ആ മാവിലേക്ക് നോക്കിയേ, അവിടെ നല്ല പഴുത്ത മാമ്പഴം പഴുത്ത് നിൽപ്പുണ്ട്, അത് നീ പിച്ചിക്കൊണ്ട് വരാൻ പറ്റുമോ എന്ന് ജനിച്ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ, അത് ആരുടെയോ പറമ്പാണ് ചേച്ചി, അങ്ങോട്ട് ചെന്ന് ചാടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടുവേ, അതൊന്നും സാരമില്ല, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ജനിച്ചേച്ചിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു. ഞാനും ജനിച്ചേച്ചിക്കൊപ്പം നടന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുമാണെന്നൊരു ശരിയെന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ പിച്ചുക എന്ന് ഭയങ്കര ഡൗട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ജനിച്ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിനക്ക് കയറി പിച്ചാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നി ചേച്ചി, വീണ് കഴിഞ്ഞാൽ ഒരു സുഖവും കാണത്തില്ല, എനിക്കങ്ങനെ പറ്റത്തില്ല കേട്ടോ എന്ന് പറയുമ്പോൾ ചേച്ചി പറഞ്ഞു, തോട്ടി കെട്ടിപ്പിച്ചാനാണെങ്കിൽ അതാണെന്നുണ്ടെങ്കിൽ മുകളിലാടാ, അത് നമുക്ക് കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, വല്ല കമ്പോ കല്ലോ അങ്ങനെ എന്തെങ്കിലും എടുത്തെറിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ഞാനൊരു കമ്പെടുത്തെറിഞ്ഞു. പക്ഷേ അത് കൊണ്ടതുമില്ല, എനിക്ക് ഒന്നുമില്ലെന്നും പറഞ്ഞ് ജനിച്ചേച്ചി എന്നെ കളിയാക്കി. ആ ടൈമിൽ തന്നെയായിരുന്നു ഞാൻ വീണ്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കിയത്. അപ്പോഴും കമ്പ് കൊണ്ടില്ല. അപ്പോൾ ജനിച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അങ്ങോട്ട് മാറി നിന്നേ എന്ന് പറഞ്ഞ് ജനിച്ചേച്ചി താഴെ കിടക്കുന്ന ആ കല്ലെടുത്തു. ആ ടൈമിൽ ജനിച്ചേച്ചി ഞാൻ നോക്കി. ആ ടൈമിലാണെങ്കിൽ ജനിച്ചേച്ചി ആ കല്ലെടുത്തിട്ട് നേരെ ഒറ്റ ഏറ് വെച്ചു കൊടുത്തു. നീ പൊട്ടക്കണ്ണൻ മാവേലെറിഞ്ഞ് വീണ കണക്കാ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്ങനെയൊക്കെയോ ആ സാധനം അവിടെ ചെന്ന് കൊണ്ടു കഴിഞ്ഞ സമയത്ത് തന്നെ മാങ്ങ താഴെ വീണു. ആ ടൈമിൽ ജനിച്ചേച്ചി മാങ്ങ താഴെ വീഴുന്ന കണ്ട സമയത്ത് തന്നെ തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു, ഒരു കൊച്ചു കുട്ടിയെ പോലെ. ആ ടൈമിൽ തുള്ളിച്ചാട്ടം ഞാൻ അങ്ങനെ നോക്കി നിന്നു. എന്ത് രസമാണ് ജനിച്ചേച്ചി ആ നിമിഷം കാണാൻ. ആ ടൈമിൽ തന്നെ ജനിച്ചേച്ചിയും ഞാനും കൂടെ ഓടിപ്പോയി ആ മാങ്ങ എടുക്കാനായിട്ട് ചെന്നു. ആ ടൈമിൽ ഞാൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ജനിച്ചേച്ചി അതെടുത്തു. ശേഷം ജനിച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എത്ര അടിപൊളിയായിട്ടാണ് ഞാൻ ആ മാവിലെറിഞ്ഞിട്ടത്, നീ ഒന്ന് നോക്കിയേ, നിനക്ക് ഒന്നുമില്ല ചെക്ക, എറിയാൻ അറിയണം കേട്ടോ. എന്നാലും ഞാൻ തന്നെ പറഞ്ഞു, ഇത് പൊട്ടക്കണ്ണൻ മാവിലെറിഞ്ഞൊരു കാര്യം തന്നെയാണ് ചേച്ചി, ആ ഒരു കഥ പോലുണ്ട് ചേച്ചിയുടെ കാര്യങ്ങൾ, എങ്ങനെയും വീണു, അത് കഴിഞ്ഞിട്ട് ചേച്ചി ഇപ്പം തുള്ളിച്ചാടുന്നു എന്ന് പറഞ്ഞ സമയത്ത്, പോവാ ഞാൻ എറിഞ്ഞിട്ട മാങ്ങയാണ്, നീ വേണമെങ്കിൽ വാ നമുക്ക് തിന്നാം എന്ന് പറഞ്ഞ് ജനിച്ചേച്ചി അവിടേക്ക് നടന്നു. ഒപ്പത്തിനൊപ്പം ഞാനും. അങ്ങനെ ആ പഴുത്ത മാമ്പഴം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് കഴിക്കാൻ പോവുകയാണ്. അതിലെ ആ ഒരു വശം എനിക്ക് വേണമെന്നും ഈ ഒരു വശം ജനിച്ചേച്ചിക്ക് വേണമെന്നും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ
പറഞ്ഞ് കഥ പറഞ്ഞ പോലെയായിരുന്നു. ഇനി ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്. സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല ഭാവങ്ങളും നല്ല നല്ല കഥകളും നല്ല കുളിർമയുള്ള കഥകളും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഇനി വീണ്ടും കാണുന്നവരെ നന്ദി.